അച്ഛാ ഗോപികൃഷ്ണ കണ്ണപ്പമ്മാവാ വന്നിരിക്കണോ വന്നിരിക്കണോ എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരീഷ്ണ വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്രേ. അതേതായാലും നന്നായി. അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസമാ ചബി. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനിൽ എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്ന മച്ചമ്പി. അയ്യോ നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ വരുന്നു അറിഞ്ഞപ്പം, അല്ല ആ വീട്ടുവേലയ്ക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു അറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് അച്ഛാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ്. ഈ പവിഴത്തെ ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്കാം. എന്റെ തല കറങ്ങുന്നല്ലോ കുട്ടനായരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ. എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു. ആട്ടെ പവിഴം എന്താ പറഞ്ഞേ? உங்க வீட்டுக்கு நீங்க மாத்திரம் போக போறது சொல்றதுக்கு தான் என்ன இங்க கூட்டிட்டு வந்தீங்களா? செத்தாலும் சரி உங்களை விட்டு நான் இங்க தனியா இருக்க மாட்டேன். ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നിപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ തൂക്കിക്കൊല്ലും. ദൈവം എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. போன திரும்பி வருவீங்கன்னு என்ன நிச்சயம்? പവിഴം ഞാൻ പറയുന്നത് வேண்டாங்க, என்ன விஷம் வேணாலும் போடுறேன், உங்க கூடவே வர்றேங்க. എന്നാലും താലി കെട്ടിയൊരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ? എനിക്ക് വയ്യ, പേടിയാവുന്നു. உங்களுக்கு நான் வேலைக்காரி இல்லையே, தாலி கட்டின பொண்டாட்டி. என்னால தானே உங்களுக்கு இவ்ளோ கஷ்டம் வந்துச்சு. எது வந்தாலும் நான் சகிச்சுக்கிறேன்.